അസ്സലാമു അലൈക്കും. ഞാൻ യു എയിൽ ദുബായിലുള്ളതാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഇൻഷാ അല്ലാ ഒരു 7 വർഷം ഞാനിപ്പോൾ ദുബായിലുള്ളതാണ്. ഓക്കെ, നിങ്ങൾ എത്ര വർഷമായി ഇപ്പോൾ ദുബായിൽ? അസ്സലാമു അലൈക്കും. 14 വർഷമായിട്ടുണ്ട്. 14 വർഷമായി മൂപ്പർ ദുബായിലുള്ളതാണ്. അപ്പോൾ ഈ ഒരു യുദ്ധം നീണ്ടു നിന്ന സമയത്ത് ഏകദേശം 41 ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിൽ നമ്മളിവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ആ യുദ്ധത്തിൻ്റെ ആ ഒരു സമയം എങ്ങനെയാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞു പോയത്? തങ്ങളെ ഒന്ന്. യുദ്ധം ഇവിടെ മൊത്തത്തിൽ എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. എല്ലാവരും ഭയത്തിൽ ഇങ്ങനെ നമ്മളെ വീടിനെ കുറിച്ചുള്ള ചിന്തയും നാടിനെ കുറിച്ചുള്ള ചിന്തയിലും. അപ്പോൾ UAE നമ്മളെ ഒരു നല്ലൊരു പ്രൗഡ്, അതായത് മീൻസ് അവർ നല്ല രീതിയിൽ നമ്മളെ കെയർ ചെയ്ത് പോയത് കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ഇത്രയും ദിവസം വരെ ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ അൽഹംദുലില്ലാ ഒരു പ്രശ്നം കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ശനി മുന്നോട്ടേക്ക് ഇപ്പോൾ ഇസ്ലാമാബാദിൽ നടന്ന ഒരു ചർച്ച, പാകിസ്ഥാനുമായിട്ടുള്ള ആ ഒരു അവിടെ എത്തിയിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ആ ഒരു ആ ചർച്ച ഇപ്പോൾ അവിടെ എന്തായിക്കാണ്? തങ്ങളെ ചർച്ച പരിപൂർണമായിട്ട് പരാജയപ്പെട്ടു. അപ്പോൾ ഇനി ഉള്ള ഒരവസ്ഥയിൽ ട്രംപ് പറഞ്ഞ ആ ഒരു റീസണിൽ ഇന്ന് മുതൽ നമ്മൾ വളരെ കെയർ ചെയ്യേണ്ട ഒരു ടൈമാണ്. മാക്സിമം ഇവിടെ എന്ത് സംഭവിക്കാം, അതുപോലെ തന്നെ നാട്ടിലും മൊത്തത്തിൽ ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിനി ഓരോരോ മനുഷ്യരും, നാട്ടിലുള്ള ഓരോരോ മനുഷ്യരും, അതായത് ഉള്ളിൽ തന്നെ ചിന്തിച്ചിട്ട് ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗ്യാസ് കാര്യങ്ങളൊക്കെ അത്രത്തോളം സൂക്ഷിക്കുക. കാരണം ഇനിയിപ്പോൾ ഹോർമൂസ് വഴി ഇനി ഒരു ഷിപ്പിംഗ് പോലും വിടൂല. അതായത് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു ഷിപ്പിങ്ങും അതിൽ കൂടെ കടത്തി വിടൂല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇസ്രായേലിൻ്റെതും അമേരിക്കൻ്റെയും ഷിപ്പ് മാത്രമേ കടത്തി വിടാണ്ട് ഇരുന്നിട്ടുള്ളൂ ഇറാന്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അമേരിക്ക പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ വിടാത്തതുകൊണ്ട് ഇനി എല്ലാ രാജ്യത്തിനും അവിടെ എന്താക്കിയിട്ടുണ്ട്, ഷിപ്പിംഗ് ഉപരോധം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അരിയും മറ്റു സാധനങ്ങൾ നാട്ടിലായാലും ഇവിടെ ആയാലും അത്യാവശ്യം റൂമിൽ എല്ലാ സാധനങ്ങളും അത്യാവശ്യം നമ്മൾ വേണ്ടത് എന്താക്കുക, സ്റ്റോക്കാക്കി വെക്കുക. പക്ഷേ ഇനി എന്തും സംഭവിക്കാം. ഇന്ന് രാത്രി മുതൽ ഉപരോധം ഏർപ്പെടുത്തിയത് കൊണ്ട് വലിയ രാജ്യങ്ങൾ, അതായത് വലിയ രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോൾ യുദ്ധം ഇനി തുടങ്ങാനുള്ള ഒരു ഇതിലാണുള്ളത്. കാരണം ഫ്രാൻസും റഷ്യയും ചൈനയും എല്ലാം ഇതിനോട് ഇടപെട്ടിട്ട് വരികയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ പ്രവാസികളോട് സ്നേഹം മാത്രം. ഇൻഷാ അല്ലാ എല്ലാവരും ദുആ ചെയ്യുക. ഇതൊന്ന് നിന്ന് പോയാൽ എല്ലാവർക്കും നല്ല തന്നെയാണ്. അതല്ലെങ്കിൽ എല്ലാവർക്കും ഇത് ബാധിക്കുന്നതാണ്.